എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. മെഡി ട്രാക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയറാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീരജ മാഡമാണ്. മാം വെൽക്കം. ഹലോ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ. ഈ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ എന്താണ്? നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ കേട്ടിട്ടുണ്ട്. ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ എന്താണ്? ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജിയർ പറയുമ്പോൾ അത് ഒരു വളരെ സിമ്പിൾ പ്രൊസീജിയർ, ഈസി പ്രൊസീജിയറാണ്. ഇതിൽ ഒരു ടൈനി തിൻ ലോങ് ടെലിസ്കോപ്പിക് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഹിസ്ട്രോസ്കോപ്പ് പറയുന്നത്. സോ അതിലൊരു ക്യാമറ ഉണ്ടാവും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. അത് നമ്മളെ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം വിഷ്വലൈസ് ചെയ്യാനും അഥവാ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതെന്താണ്, അതെവിടെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ആ ഒരു പ്രൊസീജിയറിനെയാണ് ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ടോപ്പിക് ഇതിൻ്റെ ഈ ഡിസ്കഷൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ അത് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഏതൊരു പ്രൊസീജിയറിനും നമുക്ക് പെയിൻ എന്നുള്ളതൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ്. ഇപ്പം സർജറി ആയാലും ഏതൊരു ഡയഗ്നോസിസ് മെത്തേഡ് ആയാലും അങ്ങനെയാണെങ്കിലും മാഡം ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ സിമ്പിളായ ഒരു പ്രൊസീജിയറാണെന്നാണ്. പ്രേക്ഷകരൊക്കെ ഇത് ചിലപ്പോൾ ഹാപ്പി ആവും, കാരണം വളരെ സിമ്പിളായ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് ചിലപ്പോൾ പെയിൻ നമ്മൾ അങ്ങനെ സഫർ ചെയ്യേണ്ടതാണ്. ഇസ് ഇറ്റ് പെയിൻഫുൾ? നോ, നോട്ട് അറ്റ് ഓൾ. ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് അണ്ടർ അനസ്തീഷ്യ ആണ്. സോ അണ്ടർ അനസ്തീഷ്യ പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ മയക്കുന്നത് കൊണ്ട് പേഷ്യൻ്റ് ഒന്നും അറിയാൻ പോകുന്നില്ല. ഇൻഫാക്ട് ആഫ്റ്റർ പ്രൊസീജിയറും പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന ഡിസ്കംഫർട്ടും അല്ലെങ്കിൽ വേദനയും അതൊക്കെ വളരെ മിനിമൽ ആയിരിക്കും. സോ നത്തിങ് ടു വറി, ഇറ്റ് ഈസ് എ പെയിൻലെസ് പ്രൊസീജിയർ. അത്രയും പെയിൻലെസ് ആയുള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് അടുത്ത ഡൗട്ട് എറൈസ് ചെയ്യുന്നത് എന്താണെന്നല്ലേ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമോ, ഒരു അഡ്മിഷൻ വേണ്ടി വരുമോ? അതെല്ലാവർക്കും ഈ ഹിസ്ട്രോസ്കോപ്പിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ അവർ കേട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാവും. സോ ഈ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ അത് അഡ്മിഷൻ വേണ്ട ഒരു മേജർ പ്രൊസീജിയർ ആണോ, അത് പലർക്കും ഇല്ല ഒരു സംശയമാണ്. നോ, അഡ്മിഷൻ്റെ ആവശ്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ നമ്മൾ ഒരു ദിവസം രാവിലെ അവർ വന്ന് അഡ്മിറ്റായി നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നു. പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തുന്നു. എല്ലാം ഓക്കെ ആണെങ്കിൽ അവർക്ക് അതേ ദിവസം ഡിസ്ചാർജായി പോവാം. അൺലെസ് എന്തെങ്കിലും ഒരു റെയർ ഇൻസ്റ്റൻസസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ആവാൻ പറയാറുള്ളൂ. അതർവൈസ് മോർണിംഗ് വന്ന് ഈവനിങ് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ. മോർണിംഗ് വന്ന് ഈവനിങ് നമ്മൾ ഇവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മാം നമുക്ക് ആ പ്രൊസീജിയർ പെയിൻലെസ് അല്ല ഒക്കെ പറഞ്ഞു തരുന്നു. സാധാരണ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്കതിന് സ്റ്റിച്ചിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു എന്തായാലും ആ പ്രൊസീജിയറിനൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിലേക്ക് നീഡാണ് ഈ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ. ബേസിക്കലി ഈ ഹിസ്ട്രോസ്കോപ്പ് പറയുന്നത് ഒരു ടെലിസ്കോപ്പിക് ലോങ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിലൊരു ക്യാമറ, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. അത് നമ്മളെ ബോഡീൻ്റെ നാച്ചുറൽ ഓറിഫൈസ്, അത് നമ്മൾ യോനിയിലേക്കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമ്മളെ യൂട്രസിൻ്റെ ഉൾഭാഗം വിഷ്വലൈസ് ചെയ്യുക. അതുകൊണ്ട് എന്താണ്, നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് ഇൻസിഷൻ ആവശ്യമില്ല, പറഞ്ഞാൽ മുറിവിൻ്റെ ആവശ്യമില്ല. മുറിവില്ലാത്തത് കൊണ്ട് സ്റ്റിച്ചസിൻ്റെയും ആവശ്യമില്ല. ഐ ഡെമോൺസ്ട്രേറ്റ് അതെങ്ങനെയാണ്. സോ ഇതാണ് നമ്മളെ ഹിസ്ട്രോസ്കോപ്പിക് ക്യാമറ. സോ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം വളരെ തിന്നാണ്, മേ ബി പെന്നിനെ കാട്ടി തിന്നായിട്ടുള്ള ഒരു ഡയമീറ്റർ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് നമ്മളെ യോനി വജൈനീൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമുക്കത് സ്ക്രീനിലേക്കൂടെ റിയൽ ടൈം നമ്മളിത് കാണുന്നത് ഇപ്പം കാണാൻ പറ്റുന്നത് എൻ്റെ ഗ്ലവ്സ് ആണ്. സോ അത് നമുക്ക് സ്ക്രീനിലേക്കൂടെ കാണാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇത് നമ്മളെ യൂട്രസ് ആണ് വിചാരിച്ചോളൂ, ഇത് നമ്മളെ യോനി വജൈന. സോ ഇതിലേക്കൂടെ നമ്മൾ ഈ ഹിസ്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻ്റ് ഇൻസേർട്ട് ചെയ്ത് നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിലേത്തെ എന്താണ്, എങ്ങനെയുണ്ട്, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മുഴകളുണ്ടോ, അവിടെ വേറെ എന്തെങ്കിലും തടിപ്പുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് റിയൽ ടൈമായിട്ട് സ്ക്രീനിൽ പ്രൊജക്റ്റ് ആവും. സോ നമുക്കത് കണ്ടുകൊണ്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫാക്ട് അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും.
ഇതൊരു മൾട്ടിപ്പിൾ പ്രൊസീജിയർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് വളരെ അതിന്റെ വിഷനും കൂടും, അതോടൊപ്പം തന്നെ മാഗ്നിഫൈഡ് ആയിട്ട് കുറച്ചും കൂടെ കാണാൻ പറ്റും. നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മാഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് നമ്മളെ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ അത് എവിടെയാണ് ജനറലി നമ്മൾ സ്കാൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്കാനിൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലെ പ്രോബ്ലം ആണ്, എന്താണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതെന്താ പറഞ്ഞാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും ഉള്ളിൽ അതെങ്ങനെയുണ്ട്. അത് ചെറിയ ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണോ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണോ, ബ്ലീഡ് ആവുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, അവിടുത്തെ കളർ എന്താണ്, നിറത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ അത് കണ്ടുകൊണ്ട് നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റും. ഓക്കെ മാം, ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞോളൂ, ഇപ്പോൾ ഈ ക്യാമറ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ വജൈനയിലൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണോ പ്രധാനമായിട്ടും ഹിസ്റ്റോസ്കോപ്പിയിലൂടെ നമ്മൾ? മെജോറിറ്റി യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ പോളിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്രസിൻ്റെ ഉള്ളിൽ അഡഷൻസ് പറയും. അഡഷൻസ് പറഞ്ഞാൽ ഒട്ടിപ്പിടുത്തങ്ങൾ, ഇൻഫെക്ഷൻസ് കാരണം വരുന്ന ഒട്ടിപ്പിടുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ചില ആൾക്കാർ, നമ്മളെല്ലാവരും കുറേ സ്ത്രീകൾ നമ്മൾ കോപ്പർ ടീ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ചില ആൾക്കാരിൽ എന്താ പറഞ്ഞാൽ ഈ കോപ്പർ ടീ മിസ്സിങ് ആവും. മിസ്സിങ് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പർ ടീ നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ, പൊസിഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ താഴെ കൂടെ ഒരു ത്രെഡ് ഉണ്ടാവും. സോ ഐ കൻ ഒരു എക്സാമ്പിൾ. സോ ഇത് നമ്മൾ കോപ്പർ ടീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗർഭനിരോധന ഒരു മെത്തേഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ കോപ്പർ ടീ നമ്മൾ യൂട്രസിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അത് യൂട്രസിൽ പൊസിഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് വഴിയാണ്. ത്രെഡ് ഉണ്ടോ ഇല്ലയോ, ത്രെഡ് ഉണ്ടെങ്കിൽ ഓക്കെ, യൂട്രസിൻ്റെ ഉള്ളിൽ കോപ്പർ ടീ ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ത്രെഡ് കാണൂല, അല്ലെങ്കിൽ ത്രെഡ് ചിലപ്പം ഊരി വരാം, അല്ലെങ്കിൽ കോപ്പർ ടീ വേറെ എവിടെയെങ്കിലും മിസ്പ്ലേസ് ആവാം. യൂട്രസിൻ്റെ ഈ ഒരു പൊസിഷനിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഉള്ളിലോട്ടേക്ക് അത് ഡിസ്പ്ലേസ് ആയി പോവാം. അത് ലൊക്കേറ്റ് ചെയ്യാനും ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ ഇസ് ദ ബെസ്റ്റ് പ്രൊസീജിയർ. സോ മിസ്പ്ലേസ്ഡ് കോപ്പർ ടീ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും നീക്കി മാറ്റാനും നമുക്ക് ഈ ഹിസ്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം. ഓക്കെ, മാം, ഇപ്പം ഫൈബ്രോയിഡിൻ്റെ വിഷയമൊക്കെ പറഞ്ഞില്ലേ, അതേ ആ രീതിയിൽ ആ പ്രൊസീജിയർ പോകുന്ന സമയത്ത് ഇപ്പോൾ ക്യാമറ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു, ആ പ്രൊസീജിയർ അതെങ്ങനെയാണെന്ന് പ്രേക്ഷകരോട് നമുക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും? ഇൻ ഡീറ്റെയിൽ ആയിട്ട്, ഇൻ ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളൊരു ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ ഹിസ്ട്രോസ്കോപ്പി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐദർ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ട്യൂബ്സിൽ എന്തെങ്കിലും ട്യൂബ്സിൻ്റെ ഓപ്പണിങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്. സോ കുറേ കാലം അവർ കുട്ടികളുണ്ടാവാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറായിട്ടും നമുക്ക് ഹിസ്ട്രോസ്കോപ്പി ചെയ്യാം. സോ അന്നേരം നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ദിവസം രാവിലെ വെറും വയറ്റിൽ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് വരാൻ പറയും. എന്നിട്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യും. സോ സ്റ്റാൻഡേർഡ് എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് ടേബിളിൽ കിടത്തും. നമ്മൾ പേഷ്യൻറ്റിനെ മയക്കിയതിന് ശേഷം പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യും. എന്നിട്ട് ഈ ഹിസ്ട്രോസ്കോപ്പ് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. സ്ലോലി നമ്മളെ യോനിയിലേക്കൂടെ നമ്മളെ ഗർഭാശയ മുഖത്തിലേക്കൂടെ ഇൻസേർട്ട് ചെയ്ത് നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. ഇനി അഥവാ അതിൽ ഒരു ചെറിയ മുഴയുണ്ട് എന്ന് വിചാരിച്ചോളൂ. സ്പെഷ്യലി പോളിപ്സിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഈ ഹിസ്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. പോളിപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇത് ഗ്രാസ്പേഴ്സ് എന്ന് പറയും. സോ ഈ സിസേഴ്സ്, ഗ്രാസ്പേഴ്സ്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഇതിലേക്കൂടെ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു മാംസ കഷ്ണം അല്ലെങ്കിൽ ആ ചെറിയൊരു പോളിപ്പിനെ നമ്മളത് കട്ട് ചെയ്ത് അതിനെ നീക്കി മാറ്റാൻ പറ്റും. ഇതേ സെയിം ഇൻസ്ട്രുമെൻറ്റിലേക്കൂടെ തന്നെ. പിന്നെ ഇത് ഗ്രാസ് വെച്ച് കട്ട് ചെയ്ത് മാറ്റാനുള്ള ആ പൊസിഷൻ ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇതിപ്പോ ക്യാമറ. അതെ, ക്യാമറ. ഇത് എവിടെയാ സ്പേസ് ഉള്ളത്? ഇതിൽ അല്ല, അന്നേരം നമ്മൾ ഇതിൽ വേറെ ഒരു ഓപ്പറേറ്റീവ് ഷീറ്റ് പറഞ്ഞിട്ടൊരു സംഭവം ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് അതിലേക്കൂടിയാണ് നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം. അതെ അതെ, ഇത് പലതരത്തിലുണ്ട്. ഇത് ഡയഗ്നോസ്റ്റിക് ആണ്. ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ വൺ മോർ ഒരു ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ഒന്നുമില്ല, ഇല്ല. ഇത് നമ്മൾ ഡീറ്റാച്ച് ചെയ്യും. ഡീറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഷീറ്റ് ഇതേപോലെ ഓപ്പറേറ്റീവ് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിന്
ഇവിടെ ഈ ഗ്രാസ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ചെറിയ പൊസിഷൻ ഉണ്ടാവും. അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും, നമ്മളത് സ്ക്രീനിലേക്കൂടെ കാണും എവിടെയാണ് ആ പോളിപ്പ് അല്ലെ എവിടെയാണ് ആ ചെറിയ മാംസകഷ്ണം, അത് നോക്കി അതിനെ കട്ട് ചെയ്ത് സേഫ് ആയിട്ട് സ്ക്രീനിലേക്കൂടെ നോക്കി അതിനെ റിമൂവ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ വെരി സേഫ് പ്രൊസീജിയർ ആൻഡ് നമുക്ക് ഷുവർ ആയിട്ട് ആ ഒരു ചെറിയ തടിപ്പ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ മുഴ നീക്കി എന്ന് കൺഫേം ആക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഫൈബ്രോയിഡ് ഈ മുഴയൊക്കെ അതിൻ്റെ സൈസ് അല്പം വലുതാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ നേരത്തെ ഒരു സുഷിരത്തിലൂടെയാണ് ഇപ്പോൾ ഈ ക്യാമറയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരു മുഴ ഇത്രയും നേരത്തെ ഒരു സുഷിരത്തിലൂടെ എങ്ങനെയാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്? ഇല്ല, അതുകൊണ്ട് എല്ലാ തരത്തിലെ മുഴകളും നമുക്ക് ഇതിലേക്കൂടെ നീക്കി മാറ്റാൻ പറ്റില്ല. ദർ ആർ സർട്ടൻ എന്താണ് മുഴകൾ മാത്രമേ നമുക്ക് നീക്കി മാറ്റാൻ പറ്റൂ. അതിൽ ഒരു എക്സാമ്പിൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് പറഞ്ഞാൽ നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ, യൂട്രസിൻ്റെ നമ്മളെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ മാത്രമേ നമുക്ക് ഇതിലേക്കൂടെ നീക്കി മാറ്റാൻ പറ്റൂ. പിന്നെ അതൊരു വലിയ മുഴയാണെങ്കിൽ നമുക്ക് നീക്കി മാറ്റാൻ പറ്റില്ല, അത് റിലേറ്റീവ്ലി കുറച്ച് ചെറിയ സൈസ് മുഴയായിരിക്കണം. അതേപോലെ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ചെറിയൊരു മാംസകഷ്ണം അതുണ്ടെങ്കിലും നമുക്ക് നീക്കി മാറ്റാൻ പറ്റും. സോ സൈസ് ഇസ് എ ഫാക്ടർ. വലിയ സൈസിലെ മുഴകളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഹിസ്ട്രോസ്കോപ്പി വഴി എഫക്റ്റീവ്ലി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ യൂട്രസിൽ നമ്മൾ പറയാം ചില തടിപ്പുകളൊക്കെ ഉണ്ടാകുന്നു, ചില ലെയറൊക്കെ ഫോം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കതെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? അത് യൂട്രസ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള മുഴകളും തടിപ്പും അബ്നോർമാലിറ്റീസ് മാത്രമേ നമുക്ക് ഇതുവഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ, റിമൂവ് ചെയ്യാൻ പറ്റൂ. വേറസ് യൂട്രസിൻ്റെ മസിൽസിലില്ല മുഴകൾ അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഉള്ളിലില്ല മുഴകൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് സ്ട്രിക്ട്ലി യൂട്രസിൻ്റെ അല്ലെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലില്ല പ്രശ്നങ്ങൾ മാത്രം സോൾവ് ആക്കാനില്ല ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഇപ്പം പിന്നെ നമ്മൾ വജൈനയിലൂടെ ഈ ട്യൂബ് അതായത് ഈ ക്യാമറ അടക്കം സെറ്റ് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. വൺ മോർ നമ്മളിപ്പോൾ എന്താ റിമൂവ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഇൻസ്ട്രുമെന്റും കൂടി ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഈ പ്രൊസീജിയർ സമയത്ത് അഡീഷണൽ വേറെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഒരിക്കൽ നമ്മളെ യോനിയിലേക്കൂടെ ഒരു ഇൻസ്ട്രുമെന്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൽ തന്നെ എക്സ്ട്രാ അഡീഷണൽ പാസേജസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഇൻസ്ട്രുമെന്റ്സ് പാസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും, അതിലേക്കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. സോ അതിന് വേറെ ആദ്യം നമ്മൾ എൻട്രി പോയിന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഗർഭാശയ മുഖം അത് കുറച്ച് തുറന്നിരിക്കണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. സോ അത് തുറക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഗുളികയൊക്കെ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മൾ പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ പേഷ്യൻറ്റിന് കൊടുക്കും. എന്നിട്ട് ഗർഭസഞ്ചിൻ്റെ വായി ശരിക്കും പ്രിപ്പയർ ചെയ്ത് അത് കുറച്ച് ഓപ്പൺ ആയിട്ടാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. സോ 2-3 എൻട്രി പോയിന്റ്സ് ഒന്നുമില്ല, ആകെ ഒരു എൻട്രി പോയിന്റിലും അതിലേക്കൂടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഇൻസേർട്ട് ചെയ്യും, റിമൂവ് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് വളരെ നല്ല വൃത്തിക്ക് നമുക്ക് എന്താ പ്രശ്നം കാണാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ എന്തെങ്കിലും എന്തായാലും നമുക്ക് ഗർഭസഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ഒരിക്കലും ആർക്കും പോയി നോക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ ഒരു ഹിസ്ട്രോസ്കോപ്പിന്റെ ഇത്രയും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗർഭസഞ്ചിന്റെ ഉള്ളിൽ നമ്മളെ ഗർഭസഞ്ചി ഇത്രയും ഉണ്ടാവും, ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മളെ ഗർഭസഞ്ചി ആകെ കൂടെ ഇത്രയും ഉണ്ടാവും. ഇത്രയും ചെറിയ ഒരു ഓർഗാൻ്റെ അല്ലെ അവയവത്തിന്റെ ഉള്ളിലേക്കൂടിയാണ് നമ്മൾ ഇത്ര ചെറിയൊരു പെന്ന് പോലെയുള്ള ക്യാമറയും ലൈറ്റ് സോഴ്സ് ഒക്കെ ഇട്ട് ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്? പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിലിപ്പോൾ പിന്നെ 2 ഇൻസ്ട്രുമെന്റ് ആണ് മാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ 2 more things are there. ഇതിലും ഈ ഇൻസ്ട്രുമെന്റും അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. അത് ഈ പ്രൊസീജിയറിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഇത് ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഗ്രാസ്പേഴ്സ് പറയും. അതെ, ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് കട്ട് ചെയ്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് സിസേഴ്സ്, ഒന്ന് ഗ്രാസ്പേഴ്സ് ആണ്. പിന്നെ ഇത് റിസെക്ടോസ്കോപ്പ് പറയും. റിസെക്ടോസ്കോപ്പ് പറയുമ്പോൾ നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിൽ അഥവാ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ വലിയ തരത്തിലെ തടിപ്പ്
ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ അതിനെ പീസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ ഒരു ഇലക്ട്രിക് സോഴ്സ് അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടാവും, കരിയിച്ച് നമുക്ക് മെല്ലെ നീക്കി മാറ്റാൻ പറ്റും. സോ അതാണ് ഈ റിസെക്ടോസ്കോപ്പ്. ഈ റിസെക്ടോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർ ആൻഡ് പ്രിക്കോഷൻസ് എടുക്കണം. സോ അത് അണ്ടർ പ്രോപ്പർ ട്രെയിനിങ് ഇല്ല ആൾക്കാർ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. വെറസ് ദി അതർ മറ്റേ 2 സ്കോപ്സ് ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഒന്ന് ഓൺലി നോക്കാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് വൺ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റീവ് ഷീറ്റ് പറയും, ഒന്ന് ഓപ്പറേറ്റീവ് ഷീറ്റ്. ഇത് മൂന്നാമത്തത് റിസെക്ടോസ്കോപ്പ്. പ്രൊസീജിയർ ചെയ്ത് മുഴകളെല്ലാം കട്ട് ചെയ്ത് അതിനെ കരിയിച്ച് ഒന്നൊന്നായിട്ട് പീസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ്. സോ ഇത്രയും ഇൻസ്ട്രുമെൻസ് ആണ് നമ്മൾ ഈ ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്നത്. പല സ്ത്രീകളും ഇപ്പോൾ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ബ്ലീഡിങ് പ്രോബ്ലംസ് ആണ്. സോ ബ്ലീഡിങ് ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ റീസൺ ആയിരിക്കും ഈ അബ്നോർമൽ ബ്ലീഡിങ്. നമ്മൾ ടീനേജ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്കാണെങ്കിൽ ജനറലി അത് ഹോർമോൺസ് ആവാം, അല്ലെങ്കിൽ അവർ വളരുന്ന ആ സമയത്ത് PCOD ഇഷ്യൂസ് ആവാം, അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആവാം. പക്ഷേ ജനറലി ഒരു 30-35 ഇയേഴ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇങ്ങനെ മാസക്കുളി കറക്റ്റായിട്ട് വരുന്നില്ല, വിട്ട് വരുന്നുണ്ട്. അന്നേരം കൂടുതലും ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്തെങ്കിലും ഫൈബ്രോയിഡ്സ് ഗ്രോത്ത് ആവാം, എന്തെങ്കിലും ഉൾഭാഗത്ത് നമ്മളെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേത്തെ കട്ടി കൂടിയിട്ടാവാം, ഉള്ളിൽ ഇൻഫെക്ഷൻസ് ആവാം. സോ ഈ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ മെയിൻലി ഹിസ്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സോ മെയിൻലി ഇറ്റ് ഈസ് ആഫ്റ്റർ 30-35 ഇയേഴ്സ് വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് ഹിസ്ട്രോസ്കോപ്പി ഈസ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് അല്ലെ ബെസ്റ്റ് പ്രൊസീജിയർ. ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഏതൊരു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ഫോളോ അപ്പ് ഒക്കെ ഉണ്ടാകും. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും അതിൻ്റെ ഫോളോ അപ്പ് എന്തൊക്കെയായിരിക്കും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല, ഒരു പ്രിക്കോഷൻസോ കെയറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പലരും വിചാരിക്കും ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. സോ ഇതിനൊന്നും അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അതേ ദിവസം അവർക്ക് ഡിസ്ചാർജായി പോവാം. പിന്നെ ഡോക്ടേഴ്സ് മേ ബി ഒരു 5 ഡേയ്സോ 7 ഡേയ്സോ പ്രിക്കോഷനായിട്ട് കുറച്ച് ആൻറ്റിബയോട്ടിക്സോ എന്തെങ്കിലും ടാബ്ലറ്റ്സ് അവർ ആ അസുഖം ഏത് അസുഖത്തിനാണ് നമ്മളിത് ചെയ്തത് ആ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കുമായിരിക്കും. അല്ലാണ്ട് പേഷ്യൻറ്റിന് അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോവാം. അവർ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ വേറെ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻസും ഇല്ല. അവർക്ക് അടുത്ത ദിവസം തന്നെ അവരുടെ ഡെയിലി റൊട്ടീൻസ് എല്ലാം അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അത്രയും കംഫർട്ടാണ് ഈ പ്രൊസീജിയർ. അത്രയും സേഫ് ആണ്, ഈസിയാണ്, കംഫർട്ടബിൾ ആണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതെ, പ്രോപ്പർ എല്ലാ പ്രിക്കോഷൻസും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ടാവണം ഈ പ്രൊസീജിയർ ചെയ്യാൻ. പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഏത് പ്രൊസീജിയറിനുള്ള ഒരു പ്രിക്കോഷൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, അല്ല, ഈ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ ജനറലി നമ്മൾ മാസക്കുളി കഴിഞ്ഞ ഉടനെയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളെ മാസക്കുളി അടുക്കാനാവുമ്പോൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാറില്ല. സോ ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഏതൊരു ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയറും നമ്മളെ മെൻസസ് 7 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ടിൽ വെൻ എന്ന് ചോദിച്ചാൽ ഒരു ഡേ 15 വരെ അല്ലെ ഡേ 14ന്റെ ഉള്ളിൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തിരിക്കണം. ഒരിക്കലും ഡേ 14 കഴിഞ്ഞതിന് ശേഷം ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് അഡ്വൈസബിൾ അല്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മളെ യൂട്രസിൽ 2 സൈക്കിൾസ് ആണ്. ആദ്യത്തെ 14 ദിവസം ഒരു തരത്തിലാണ് യൂട്രസിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. അവസാനത്തെ ഒരു 14 ദിവസം വേറൊരു രീതിയിലാണ് ഉൾഭാഗം ഉണ്ടാവുക. സോ ഈ അവസാനത്തെ 14 ദിവസം നമുക്ക് ഉൾഭാഗത്തിൻ്റെ കട്ടി കൂടും, ബ്ലഡ് ഫ്ലോ കൂടും, ബ്ലഡ് സപ്ലൈ കൂടും. അതൊക്കെ കൂടുന്നത് കൊണ്ട് ഇഞ്ചുറി ചാൻസസ് കൂടുതലാണ്, സേഫും അല്ല പ്രൊസീജിയേഴ്സ്. സോ ഒരിക്കലും ഒരു ഡോക്ടറും ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ ഒരു മാസക്കുളി കഴിഞ്ഞ് ഒരു ഡേ 14 അല്ലെങ്കിൽ ഡേ 15 കഴിഞ്ഞിട്ട് പറയാറില്ല. ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. സോ അത് മാത്രമാണ് ഒരു ടൈമിങ്. ബട്ട് അത് നമ്മളെ ഡോക്ടേഴ്സ് അവർ നോക്കിയിട്ട് അതേപോലെ പറഞ്ഞു തന്നോളൂ. ഹിസ്റ്റോസ്കോപ്പിക് പ്രൊസീജിയർ ഈ വിഷയമാണ് ഇന്ന് മെഡിയ ട്രാക്കിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഹിസ്റ്റോസ്കോപ്പിക് പ്രൊസീജിയർ, അത് ഏതൊക്കെ തരത്തിലാണ് അപ്ലിക്കബിൾ, അത് ഡയഗ്നോസിസ് പാർട്ട് ഉണ്ട്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, വളരെ സേഫായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത്
കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീരജ മാമാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.